വർഷങ്ങളായിട്ട് പോകാത്തൊരു രാജ്യമായിരുന്നു അമേരിക്ക. എന്നെ സംബന്ധിച്ചോളം അമേരിക്ക ലോക പോലീസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥലവും എല്ലാ രാജ്യങ്ങളെയും ആം ട്വിസ്റ്റ് ചെയ്യുന്ന ഒരു രാജ്യമായിട്ടും രാജ്യത്തിൻ്റെ യുക്തിക്കകത്ത് നമ്മൾ ഒരിക്കലും പോകാൻ ആഗ്രഹിക്കാത്തൊരു രാജ്യമായിരുന്നു. നമ്മുടെ ഒരു ജനാധിപത്യ ബോധം നിലനിൽക്കുമ്പോൾ തന്നെ ആ രാജ്യം ജനാധിപത്യത്തിൻ്റെ പേരും പറഞ്ഞ് മറ്റുള്ള രാജ്യങ്ങളെ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് പോകാതിരിക്കണം. അത് ഒരു സമയത്തായിരുന്നെങ്കിൽ ഞാനിങ്ങനെ മാനസികാരോഗ്യ വിദഗ്ധനായി മാറുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതുപോലെ ലൈംഗികത, സെക്ഷുവാലിറ്റിയെ പറ്റിയൊക്കെ സംസാരിക്കുന്നതിനകത്ത്, അതുപോലെ ഹ്യൂമൻ റൈറ്റ്സ് ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇൻ്റർനാഷണൽ കോൺഫറൻസുകൾക്കൊക്കെ പോവുകയും വിളിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നൊരു 95 തൊട്ട് 2005 വരെ ഒരു കാലം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ യൂറോപ്പിലൊക്കെ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഇംഗ്ലണ്ടിൽ മറ്റ് രാജ്യങ്ങളിൽ ആ ഒരു കോൺഫറൻസുകൾക്ക് പോവുക എന്ന് പറയുന്നത്. അപ്പോൾ അന്നെല്ലാം എന്നെ വിളിച്ചിരുന്നത് ആ രാജ്യത്തെ ജനത തന്നെയായിരുന്നു, അല്ലാതെ മലയാളികൾ വിളിച്ചുകൊണ്ട് പോകുന്ന ഒരാളായിട്ടല്ല ഞാൻ അന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇങ്ങനെ ഞാനെന്നും വിചാരിക്കും, ഒരു ദിവസം എന്നെ അമേരിക്കക്കാർ വിളിക്കും, അപ്പം ഞാൻ നിങ്ങളുടെ രാജ്യത്ത് വരുത്തില്ലെന്ന് പറയണം എന്നൊക്കെ. ഇങ്ങനെ സത്യത്തിൽ ഒരു രാഷ്ട്രീയമായ പ്രതിഷേധം എനിക്കുണ്ട്. നിങ്ങളെന്നെ വിളിക്കുമ്പോഴും നിങ്ങളുടെ രാജ്യത്തിനോട് എനിക്ക് മമതയില്ല എന്നൊക്കെ പറയണം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സ്പിരിറ്റൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച് ഞാനിങ്ങനെ പോയത്. ഇന്നും എനിക്ക് ആ രാഷ്ട്രീയ നിലപാടിന് വലിയ വ്യത്യാസം ഉണ്ടോയെന്ന് ചോദിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷെ ഇന്ന് എന്നെ വിളിക്കുന്നത് അമേരിക്കക്കാരല്ല, വിളിക്കുന്നത് മലയാളികളായ ഇന്ത്യക്കാർ തന്നെയാണ്. അപ്പോൾ അവർ മാത്രമല്ല, പിന്നെ അന്ന് ഞാൻ നടത്തിയിരുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ തുടർച്ച ആ ലെവലിലില്ല. ഇന്നിനെ ഞാൻ കാണുന്നത് ലോകം, ഭൂമി എന്നൊക്കെ പറയുന്ന ഒരു ഫ്രെയിം, അതിനകത്താണ് ഞാൻ ഇന്ന് ജീവിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇന്ത്യൻ പൗരൻ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി പേറുന്ന ആളല്ല. മനുഷ്യകുലത്തിൽ തന്നെ പെടാതിരിക്കാൻ ഞാൻ ശ്രമിക്കുന്ന ബോധത്തിലായിരുന്നു ഞാൻ രാജിവെച്ച് പോയത്. പിന്നെ മനുഷ്യനല്ലാതാകത്തില്ലെന്നറിയുന്നത് കാരണം കൊണ്ടും ജീവിബോധത്തിനകത്ത് നിന്നാണ് ഞാനിന്ന് ലോകത്തിനെ കാണുന്നത്. അതുകൊണ്ട് ഒരു ഐഡൻറ്റിറ്റി എന്നുള്ള നിലവാരത്തിൽ ഞാൻ എടുക്കുകയാണെങ്കിൽ ഭൗമ പൗരൻ എന്ന് പറയുന്ന ആശയത്തിനകത്താണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാ രാജ്യങ്ങളും എന്നെ സംബന്ധിച്ചോളം ഒരുപോലായി മാറിയിട്ടുണ്ട്. ഒരു സ്പീഷീസ് ഐഡൻറ്റിറ്റി, അത് പരിണാമപരമായി ലോകത്തിനെ കാണുന്ന സമയത്ത് മനുഷ്യകുലത്തിലാണ് ഉള്ള ഒരു ജീവിയായിട്ടും രാഷ്ട്രീയമായ നിലപാടുകൾക്കപ്പുറത്ത് നമുക്കൊരു എക്സിസ്റ്റൻസിനെ പറ്റിയുള്ള ആലോചനയൊക്കെയുള്ള ഒരു കാലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഏത് രാജ്യത്തുനിന്ന് ആര് വിളിച്ചാലും പോവുക. അതിപ്പോൾ തൃശ്ശൂരുള്ളവരെന്നെ വിളിച്ചാൽ തൃശ്ശൂർക്ക് പോവും, വയനാട്ടിലുള്ളവർ വിളിച്ചാൽ വയനാട്ടിലേക്ക് പോവും എന്ന് പറയുന്ന അതേ സ്പിരിറ്റിൽ മാത്രമാണ് ഇന്ന് ഞാൻ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് ലോകത്തിൻ്റെ ഏതെങ്കിലും സ്ഥലത്ത് പോയി ആ രാജ്യത്തെ പൗരനാകുക എന്ന് പറയുന്ന യുക്തിയില്ല, അവിടെ തുടരുക എന്നുള്ള യുക്തിയില്ല. അതുകൊണ്ട് ഞാൻ അമേരിക്ക പോകുന്നു എന്ന് പറഞ്ഞാൽ അമേരിക്കക്കാരനാകാൻ പോകുന്നതല്ല. പക്ഷെ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നത്, സംഭവിക്കുന്നത്, കേന്ദ്രമായി നിൽക്കുന്നത്, ഇപ്പോൾ നമുക്ക് ഇന്ത്യയെ പറ്റി ആലോചിക്കുമ്പോഴോ അല്ലെങ്കിൽ കേരളത്തിനെ പറ്റി ആലോചിക്കുമ്പോഴോ, കേരളത്തിലൊരു പ്രവർത്തനം രാഷ്ട്രീയ സാമൂഹിക മേഖലയിൽ നമ്മൾ ചെയ്യണമെന്ന് ആലോചിച്ചാൽ തിരുവനന്തപുരത്ത് വരേണ്ടി വരും. അതേപോലെ തന്നെ ഇന്ത്യയെ പറ്റി ചിന്തിച്ചാൽ നമ്മൾ ഡൽഹി പോകേണ്ടി വരും. ഇതേപോലെ ലോകത്തിനെ പറ്റി ആലോചിച്ചാൽ അമേരിക്കയിലാണ് UN ആസ്ഥാനം തന്നെ ഉള്ളത്. അത് നമ്മുടെ ഇഷ്ടത്തിന് പുറത്താണ് ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ ലോകത്ത് രൂപപ്പെടുന്നത്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനൊക്കെ ഉണ്ടായെങ്കിലും അത് അമേരിക്കയുടെ പക്ഷത്ത് നിൽക്കുന്ന തരത്തിലുള്ളൊരു യൂറോപ്യൻ യൂണിയൻ മാത്രമേ ഇപ്പോഴും ഉള്ളൂ. അതൊക്കെ നമുക്കിങ്ങനെ കാണാം. യൂറോപ്യൻ യൂണിയൻ അവരോട് ചേർന്നിട്ടില്ലെങ്കിൽ നാറ്റോ എന്ന് പറയുന്ന സാധനമൊക്കെ. അപ്പോൾ ലോകത്തിനെ നിർണീതമായി നിൽക്കുന്ന ചില സാധനം, അത് ആരുടെയെങ്കിലും ഇഷ്ടത്തിന് പുറത്താണ് ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ രൂപപ്പെടുകയും അത് മറ്റ് രാജ്യങ്ങളെയും ലോകത്തിനെയും നിർണ്ണയിക്കുന്നതും അവിടെയൊക്കെയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന മനുഷ്യകുലത്തിനോട് ബന്ധപ്പെട്ട ചിന്തകളോ അല്ലെന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ ഭാവിയെപ്പറ്റിയൊക്കെയുള്ള ചിന്തയൊക്കെ ആലോചിച്ചാൽ അതിന് ഏറ്റവും അപകടം ചെയ്യുന്ന രാജ്യം അമേരിക്കയാണ്. അല്ല, അമേരിക്ക കൊള്ളാവുന്ന രാജ്യം ആയതുകൊണ്ടല്ല. പക്ഷേ
അവരാണ് നിർണ്ണയിക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. പഴയ ഒരു ചേരിചേരാ പ്രസ്ഥാനമൊക്കെ ഉണ്ടായിരുന്ന കാലത്തുണ്ടായിരുന്ന വശത്തല്ല, ഒരു യൂണിപോളാർ സ്ഥലത്ത് തന്നെയാണ് ആ കാര്യങ്ങളെല്ലാം നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഭൂമി ഒരു ക്രൈസിസിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതവും ഭൂമിയുടെ ഭൂമിയുടെ അന്തരീക്ഷം, ഭൂമി എന്ന് പറഞ്ഞാൽ പ്ലാനറ്റിന് എന്തെങ്കിലും വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റു ജീവികളെല്ലാം ജീവിക്കാതാകും എന്നുള്ളതൊന്നും വിചാരിക്കുന്നില്ല. പക്ഷെ മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥ നിലനിൽക്കാൻ സാധ്യതയില്ലാത്ത നിലവാരത്തിൽ കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുന്നു എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്ര വേഗത്തിൽ സംഭവിക്കത്തില്ല എന്നൊരു പ്രതീക്ഷയോടായിരുന്നു ഞാനൊരു 5 കൊല്ലം മുമ്പ് വരെ സംസാരിക്കുകയും പറയുകയും ചെയ്തിരുന്നത്. മനുഷ്യർക്ക് മറികടക്കാൻ പറ്റും. അപ്പം മനുഷ്യർ വലിയ പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു സത്യത്തിൽ. അവരൊന്നിച്ചു കൂടി ചെയ്തെടുക്കും. കാരണം ഓസോൺ ഹോളൊക്കെ അടയ്ക്കുന്ന ഒരു ഐക്യം എവിടെയോ മനുഷ്യരുടെ ഇടയിലുണ്ട് എന്നുള്ള വിചാരത്തിലായിരുന്നു അതൊക്കെ പറയുകയൊക്കെ ചെയ്തിരുന്നത്. പക്ഷെ പിന്നെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്, മനുഷ്യനൊരു സ്പീഷീസാണ്. അവർ ഒരു സ്ഥലം കടക്കുമ്പോൾ പരസ്പരം അടിക്കും. ഈ പറയുന്ന അറിവും ഒന്നും തന്നെ വർക്ക് ചെയ്യില്ല എന്ന് കാണുന്ന ഒരു സ്ഥലവുമുണ്ട്. നമ്മൾ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് ആയുധങ്ങളുണ്ടാക്കുന്നിടത്താണ് ഇന്നും. എല്ലാ രാജ്യങ്ങളും നമ്മൾ വെറുതെ ഇങ്ങനെ നോക്കിയാൽ മതി, ദരിദ്രരായ രാജ്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങളും ഏറ്റവും കൂടുതൽ ഇന്നും ഇൻവെസ്റ്റ് ചെയ്ത് നടത്തുന്ന ഈ ശാസ്ത്രം തന്നെ വികസിക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് മുഴുവനും ഈ ആയുധ നിർമ്മാണത്തിൻ്റെ മേഖലയിലാണ്. അതൊരു യാഥാർത്ഥ്യമാണ്, ഇത് നമ്മൾ കാണാതിരുന്നും കൂടെ. അപ്പോൾ അങ്ങനെയാണെന്ന് അറിയേണ്ടതുണ്ട്. നമ്മൾ നാസയെ പറ്റി കേൾക്കുന്ന സമയത്ത് ആ നാസയിൽ നടത്തുന്ന എക്സ്പെരിമെൻസിനേക്കാളും കൂടുതലാണ് പെൻറ്റഗൺ അതിനുവേണ്ടി സപ്പോർട്ട് കൊടുത്തിട്ട്. ആ പെൻറ്റഗൺ എന്ന് പറയുന്ന അമേരിക്കയുടെ യുദ്ധത്തിന് വേണ്ടിയുള്ള കേന്ദ്രമാണ്. അവിടെയാണ് അവരുടെ സപ്പോർട്ടില്ലാതെ ഇതൊന്നും തന്നെ നടക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ കണ്ടുപിടിക്കുന്ന ഓരോ പുതിയ കണ്ടുപിടിക്കുക എന്നല്ല, കണ്ടെത്തൽ പോലും ഈ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പുറത്തിരിക്കുന്ന ആളുകളെ അവരറിയാതെയും നമുക്ക് ഡാമേജ് വരാതെയും കൊല്ലുന്നത് എങ്ങനെയാണെന്നുള്ളതിന് വേണ്ടി കണ്ടുപിടിക്കുന്ന കാര്യങ്ങളുടെ സൈഡ് ഇഫക്റ്റ് ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ വികാസങ്ങൾ നിൽക്കുന്നത്. അതാണ് നമ്മുടെ ഒരു വലിയൊരു പ്രശ്നമാണ്. ഉദ്ദേശം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിത നിലവാരം ഉയർത്തുന്നതിനല്ല, മനുഷ്യരെ കൊല്ലുന്നതിനുള്ള യുക്തിക്കകത്ത് തന്നെയാണ്. ഇപ്പോൾ ഈ സാറ്റലൈറ്റ് ഉണ്ടാക്കിയത്, നമ്മളിപ്പോൾ സ്പേസ് സ്റ്റേഷൻ ഉണ്ടായി നിൽക്കുമ്പോഴും ഒന്നും തന്നെയും മനുഷ്യനെ സംരക്ഷിക്കുന്ന യുക്തിക്കകത്തല്ല, മനുഷ്യരെ കൊല്ലുന്നതിന് ഏറ്റവും എഫിഷ്യൻ്റായ മാർഗം അന്വേഷിച്ചതിൻ്റെ ഭാഗമായി ഉണ്ടായ വികാസങ്ങളാണ്. ആ വികാസം പിന്നെ മനുഷ്യരുടെ ജീവിത നിലവാരം ഉപയോഗിക്കാൻ സൈഡ് ഇഫക്റ്റ് എന്ന് ഞാൻ പറയുന്നത്, സൈഡ് ഇഫക്റ്റ് എന്നുള്ളതാണ് മെയിൻ ത്രസ്റ്റ്. അതല്ല ഈ മരുന്നൊക്കെ കണ്ടുപിടിക്കുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ നോക്കുമ്പോഴും ഒക്കെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പല മരുന്നും കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത്. അവിടുന്ന് നമുക്ക് ഇതുവരെ നമ്മുടെ ഗുണപരമായ പോസിറ്റീവായ ഒരു ലോകവീക്ഷണം ഉണ്ടാക്കാൻ മനുഷ്യർക്ക് ഇതുവരെ അങ്ങനെ കഴിഞ്ഞിട്ടില്ല എന്നും ഈ എഴുത്തുകാരായിരിക്കുന്നവരും കവിത എഴുതുന്നവരും മനുഷ്യസ്നേഹികളെന്ന് പറയുന്നവർ അല്ലെങ്കിൽ മനുഷ്യാവകാശക്കാരെന്ന് പറയുന്നവരുടെ ഒരു ഡ്രീം പോലെയാണ് ഈ സ്വാസ്ഥ്യമുള്ള ഒരു ലോകം മനുഷ്യർ ഉണ്ടാക്കിയെടുക്കുമെന്നത്. ഇന്നിപ്പോൾ ഞാൻ ഈ പരിണാമപരമായി നമ്മുടെ ജീവിതത്തിനെ മനസ്സിലാക്കുന്ന സമയത്ത് അത് അത്ര എളുപ്പമല്ല. മനുഷ്യരങ്ങനെ പെട്ടെന്നൊരു സ്പീഷീസ് വേറൊരു ലക്ഷ്യബോധത്തോടെ പെരുമാറും എന്നൊക്കെ നമ്മുടെ ഒരു കൊതിയാണെന്ന് കാണാൻ പറ്റും. ഇപ്പോൾ യേശുക്രിസ്തുവിന് അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറയുന്നതോ അല്ലെങ്കിൽ നാരായണ ഗുരു അയൽ തഴപ്പതിന് അതിപ്രയത്നം ചെയ്യണമെന്ന് പറയുന്നതോ ഒന്നും തന്നെ അല്ല മനുഷ്യരുടെ ലോകം. ഇവരുടെയൊക്കെ രണ്ടുപേരുടെയും ജീവിതമൊക്കെ എടുത്ത് നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ മനുഷ്യർ പെരുമാറുമ്പം ഈ ഷോക്കിംഗ് ആയിട്ട് അനുഭവിക്കേണ്ട കാര്യമില്ല. അത് സ്വാഭാവികമായി മനുഷ്യർ ഇങ്ങനെയാണ്. അന്യർ നമ്മൾ എന്ന് പറയുന്ന വലിയൊരു ഡിവിഷനകത്താണ് ലോകത്ത് ജീവിക്കുന്നതെന്ന്. അന്യരെ സൃഷ്ടിക്കുകയും അല്ലെങ്കിൽ അന്യരെ നമ്മുടെ ആൾക്കാരാക്കി മാത്രമാണ് നമ്മൾ സ്നേഹിക്കുന്നുള്ളൂ. അതാണ് അതിനകത്തെ. നമ്മുടെ ആൾക്കാരാക്കി മാറ്റാനായിട്ട് പണ്ട് കാലത്താണെങ്കിൽ മതപരമായി കൺവേർഷൻ ചെയ്തിട്ടും അല്ലെങ്കിൽ ഒരു രാജ്യത്തിനെ മറ്റൊരു രാജ്യം കീഴടക്കി അവരെ നമ്മുടെ പാർട്ടാക്കിയായിട്ടാണ്. അതാണ് രാജ്യത്തിൻ്റെ യുക്തിക്കകത്തെല്ലാം നിൽക്കുന്നത്. സാമ്രാജ്യങ്ങളുണ്ടാക്കുമ്പോൾ അന്ന് സാമ്രാജ്യം ഉണ്ടാക്കിയ രാജാവാണെന്നുണ്ടെങ്കിൽ രാജാവ് മറ്റ് രാജ്യത്തുള്ള രാജകുമാരികളെ എല്ലാം കല്യാണം കഴിക്കും. അങ്ങനെ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയാണ് ആ കല്യാണങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അക്ബരൊക്കെ എടുത്ത എത്രയോ രാജാവ് രാജ്ഞിമാർ അദ്ദേഹത്തിൻ്റെ ഭാര്യമാരായിട്ടുണ്ട്.
ലോകം മുഴുവനും അങ്ങനെയാണ്. ഇപ്പോഴും യൂറോപ്പിലുള്ള രാജാക്കന്മാർ പരസ്പരം വിവാഹം കഴിക്കുന്നത് ഇന്നും നമുക്ക് കാണാൻ പറ്റും. വളരെ ലേറ്ററായിട്ട് മാത്രമാണ് സാധാരണക്കാരെ അവർ കല്യാണം കഴിക്കുന്നതൊക്കെ എത്തിയിട്ടുള്ളത്. ഈ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് പോലും ഈ രാജ്യങ്ങളെ ഒന്നിപ്പിക്കുക എന്ന് പറയുന്നത് കീഴടക്കി ഒന്നിപ്പിക്കുന്നതിനുള്ള ഒരു സമാന്തര പദ്ധതിയായിട്ട് മാത്രമാണ് അതൊക്കെ നിന്നിരുന്നത്. അപ്പോൾ ഒരു യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി ഒരു പെൺകുട്ടിയെ സാക്രിഫൈസ് ചെയ്യുക എന്ന് പറയുന്ന പോലെയാണ് അന്നത്തെ കല്യാണം നിൽക്കുന്നത്. അല്ലാതെ അവളൊരു എക്സ്ചേഞ്ച് വാല്യൂ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമുക്കിങ്ങനെ ലോകത്തിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ പഠിക്കുമ്പോഴൊക്കെ നമുക്കിത് കാണാൻ പറ്റും. അപ്പോൾ രാജ്യത്തിൻ്റെ യുക്തിക്കകത്തോ ആയാലും മനുഷ്യനെന്ന് പറയുന്ന ആൾക്കാർ തമ്മിൽ ഒന്നിക്കും എന്ന് പറയുന്നതിന് യുക്തിക്കകത്തായാലും ശരി, പരിണാമപരമായി നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമ്മൾ അവർ എന്ന് പറയുന്ന യുക്തിക്കകത്താണ് നമ്മളിന്നും ചെയ്യുന്നത്. അപ്പോൾ ആ അർത്ഥത്തിലായി മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ പഴയതുപോലെ പെട്ടെന്ന് മനുഷ്യരെല്ലാവരും കൂടെ ഒരാളുടെ സംഗീതമായി മാറും എന്ന് കാർൽ മാർക്സ് പറയുന്നതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നും, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണ് എന്ന് പറഞ്ഞൊരു അമ്പലത്തിന് മുമ്പിൽ എഴുതി വെച്ചാൽ ആരും അവിടെ പോകത്തില്ല എന്നുമൊക്കെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണ്. മനുഷ്യർ വളരെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്ന് ഒന്നിച്ചുകൂടി പോസിറ്റീവായി ചിന്തിച്ച് അറൈവ് ചെയ്യും എന്ന് നമ്മൾ ആളുകളെല്ലാം അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നത്. അങ്ങനെ അറിവ് വന്ന് ആളുകൾ ഒന്നിച്ചുകൂടി നമ്മളൊരു സ്പീഷീസാണെന്നറിഞ്ഞാൽ എന്തുകൊണ്ട് പിന്നെ നമുക്ക് പരസ്പരം വെറുക്കാതെ, അപ്പം ഈ സ്പീഷീസ് എന്ന് പറയുന്നതിനൊരു സവിശേഷ ഗുണങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള നമ്മുടെ ആ ബോധം അങ്ങ് മാറിപ്പോവും. എന്നിട്ട് വീണ്ടും നമ്മൾ ഈ ആഗ്രഹചിന്തയാണ് ഒന്നിച്ച് മനുഷ്യരെല്ലാവരും പരസ്പരം സ്നേഹിക്കും എന്ന് വിചാരിക്കുന്ന സ്ഥലത്തു നിന്നാണ്. പിന്നീടാണ് ഞാൻ ഈ മനുഷ്യ ചരിത്രമൊക്കെ നമ്മളിങ്ങനെ പഠിക്കുകയും കാണുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് ആളുകൾ വളരെ വൈവിധ്യമാർന്ന എന്ന് പറഞ്ഞാൽ ഒരിക്കലും തമ്മിൽ ചേരാത്ത ആളുകൾ ചേർന്ന ഒത്തിരി സ്ഥലങ്ങൾ കാണാറ് പറ്റും. പക്ഷെ അതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് പൊതുശത്രു എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകുമ്പോഴൊക്കെയാണ്. ആ പൊതുശത്രു എന്ന് പറയുന്നത് പലപ്പോഴും ആക്രമണകാരികളായ മറ്റ് രാജ്യത്തുള്ള ജനങ്ങളോ അല്ലെങ്കിൽ ആ സ്ഥലത്തെ ഭരണാധികാരിയോ ഒക്കെ ആകാം, അല്ലെന്നുണ്ടെങ്കിൽ പാരിസ്ഥിതികമായിട്ടുള്ള പൊതുശത്രു. ആ സമയത്തും ആൾക്കാർ തമ്മിൽ ഐക്യപ്പെടുന്നത് കാണാൻ പറ്റും. പക്ഷെ അത് തുടരത്തില്ല. നമ്മളൊരു ജീവി ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ആ സന്നിഗ്ധഘട്ടം എന്ന് നമ്മൾ പറയുന്ന ആ ക്രൈസിസ് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ആളുകൾ വീണ്ടും പഴയതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇവനെന്താ എൻ്റെ കൂടെ കയറിയിരിക്കുന്നത്, ഒരേ രക്ഷപ്പെട്ട് വള്ളത്തെ കയറി വന്നവർ അടുത്ത കര കണ്ടാൽ 4 വഴിക്ക് അങ്ങ് വിരിയുക ചെയ്യും. അപ്പം ഇത് നമുക്ക് ഷോക്കിംഗ് ആയിട്ട് തോന്നുന്നത് അവിടെ കുറച്ച് പേര് തമ്മിലൊക്കെ കുറച്ച് കൂട്ടൊക്കെ നിൽക്കും. അത് അവരുടെ കാലഘട്ടത്തിൽ തുടരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ഒരു അറിവ് വന്നപ്പോഴാണ് ഞാനത് നമ്മൾ ആ സ്പീഷീസിനെ പറ്റിയുള്ള നമ്മുടെ അറിവ് അത് നമ്മുടെ മാത്രം ഒരു കാര്യമൊന്നുമല്ല. അങ്ങനെയാണ് സ്പീഷീസ് വ്യത്യസ്തതകൾ ആർജിച്ച് കഴിഞ്ഞാൽ ഒരിടത്തു നിന്ന് പലതാകുന്ന ലോകത്തേക്കാണ് ലോകം മാറിയത് എന്നൊക്കെ നമുക്ക് മനസ്സിലാകാൻ തുടങ്ങിയ സമയത്ത് ഇപ്പം തന്നെ നമ്മൾ എത്തിച്ചേർന്ന് നിൽക്കുന്ന ഒരു ഐക്യമുണ്ട്. അത് അത്ര ചെറുതല്ലെന്ന് കാണാൻ തുടങ്ങി. മറ്റേ അല്ലെങ്കിൽ നമ്മളെന്നും നമ്മളെ ജീവിച്ചിരിക്കുന്ന കാലം വളരെ മോശമാണെന്ന്, പണ്ടെന്തോ കൊള്ളാവുന്നൊരു കാലം ഉണ്ടായിരുന്നെന്നോ അല്ലെന്നുണ്ടെങ്കിൽ വരാൻ ഇനി ഫ്യൂച്ചറിൽ ഇതിനേക്കാളും നല്ലതുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്ന, ഇങ്ങനെ മാത്രമല്ലാതെ പ്രസൻറ്റിലൊന്നും നന്നല്ല എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഒരു സ്ഥലത്താണ് നമ്മളെപ്പോഴും ഉള്ളത്. അപ്പോൾ ആ ഒരു അറിവ് വന്നപ്പോഴാണ് ഞാൻ ഇപ്പം നമ്മുടെ ഏറ്റവും നല്ല ഉദാഹരണം നമ്മൾ ഇന്ത്യക്കാരായിരിക്കുന്നു എന്ന് പറയുന്ന ബ്രിട്ടീഷ് ക്കാർക്കെതിരായി നടക്കുന്ന സമരത്തിനകത്ത് പരസ്പരം യുദ്ധം ചെയ്തിരുന്ന രാജാക്കന്മാരെല്ലാവരും കൂടെ ഐക്യപ്പെട്ട് നമുക്ക് ആദ്യത്തെ നമ്മൾ ശിപായി മൂട്ടണി എന്നവർ വിളിക്കുന്ന ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം ഈ സമയത്തൊക്കെ നമ്മൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. വളരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരുന്നവർ ഒന്നിച്ചു കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ നിലവാരത്തിലൊരു ഐക്യം ഉണ്ടാകുന്നത് വളരെ വ്യത്യസ്തമായ ഭാഷ, യാതൊരു തരത്തിൽ സാംസ്കാരികമായി പോലും പരസ്പരം യോജിക്കാതിരിക്കുന്ന ആൾക്കാരെല്ലാവരും കൂടെ ഒന്നിച്ച് ഇന്ത്യക്കാരായി മാറിയ ഒരു ഐഡൻറ്റിറ്റി രൂപപ്പെടുത്തുന്നു. എന്നിട്ട് ബ്രിട്ടീഷ് വിരുദ്ധ സമരം നടത്തി അതിനകത്ത് വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അന്ന് ആ സ്വാതന്ത്ര്യ സമരത്തിനോട് ഒപ്പം വന്നിരുന്ന മനുഷ്യരുടെ ഐക്യം നമുക്കിന്ന് ഇന്ത്യയെ കാണാൻ പറ്റുന്നില്ല. നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അതിങ്ങനെ ആളുകൾ തമ്മിൽ
അപ്പോൾ എത്ര 1000 വർഷത്തെയും 2000 വർഷത്തെയും പാരമ്പര്യമൊക്കെ ആൾക്കാർ പറഞ്ഞു തുടങ്ങി. അല്ലെങ്കിൽ ചിലരുടെയൊക്കെ കണക്കിലാണെങ്കിൽ ലക്ഷക്കണക്കിനാണ് മനുഷ്യർ ഉണ്ടാകാത്തതിന് മുമ്പുള്ള വരെ പാരമ്പര്യം പറയുന്ന യുക്തികളൊക്കെ ആളുകൾ പറയുന്നിടത്ത്. അപ്പോൾ അങ്ങനെ എന്നും ഭാരതമുണ്ടായിരുന്നു എന്നൊക്കെയുള്ള നിലവാരത്തിൽ അഖണ്ഡ ഭാരതം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സങ്കല്പമൊക്കെ പറയുക. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും, ഇപ്പോൾ രാമായണമായാലും മഹാഭാരതമായാലും അതിൻ്റെയൊക്കെ അകത്ത് റെഫർ ചെയ്യപ്പെടുന്ന പ്രദേശങ്ങളൊന്നും തന്നെ ഇന്നത്തെ ഇന്ത്യ എന്ന് പറയുന്നതിനകത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കമ്പോജം എന്നൊക്കെ പറയുന്നതൊക്കെ അങ്ങ് അഫ്ഗാനിസ്ഥാൻ അപ്പുറത്താണ്. അഫ്ഗാനിസ്ഥാനിലാണ് കണ്ടകാറുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഇംഗ്ലീഷിൽ സബ് കോണ്ടിനെൻ്റ് എന്ന് നമ്മൾ പറയുന്ന ഒരു പ്രദേശത്തുള്ള ജനങ്ങളെ അവരെ ഏതെങ്കിലും ഒരു സാമ്രാജ്യക്കാർ ഭരിക്കാതിരിക്കുമ്പോഴും ഐക്യപ്പെടുത്തിയ ഒന്ന് ഈ വളരെ പ്രകടമായ എല്ലാവർക്കും കണ്ടാൽ തിരിച്ചറിയാവുന്ന വെള്ളക്കാരായ അതാണ് വെളുത്ത തൊലിയുള്ള ബ്രിട്ടീഷുകാർ കാരണമാണെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഐക്യം പോസിബിളായിരുന്നു, പക്ഷെ തുടരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ ഒരു പൊതുശത്രു ഉണ്ടായാൽ പലതരത്തിലുള്ള വൈവിധ്യങ്ങളുടെ നിന്ന്, വ്യത്യസ്തതകളിൽ നിന്ന്, ശത്രുതകളിൽ നിന്ന് എല്ലാം മറന്നൊക്കെ ആൾക്കാർ ഒന്നിച്ച് നിൽക്കും. നമ്മൾ കേരളത്തിനകത്തായിരുന്നെങ്കിൽ വെള്ളപ്പൊക്കം വന്ന സമയത്ത് ആൾക്കാർ ഐക്യപ്പെട്ട് നിൽക്കുന്ന കാണുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ അത്ഭുതപ്പെടുത്തും. പക്ഷേ ഒരു മാസമോ അല്ലെങ്കിൽ 2 മാസമോ കഴിയുമ്പോഴത്തേന് ആ ഐക്യമൊന്നും നമ്മൾ പിന്നെ കാണത്തുമില്ല. വെള്ളപ്പൊക്കം എന്ന് പറയുന്ന ആ സാധനം അങ്ങ് അപ്രത്യക്ഷമായി പോയാൽ. അടുത്തത് ഞാനിതിങ്ങനെ കാണാൻ തുടങ്ങിയത് ഈ പാരിസ്ഥിതിക പ്രശ്നം വന്ന് നമ്മൾ ഓസോൺ ഹോൾ അടയ്ക്കാൻ വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ പൊതുശത്രു ആളുകളെ ഒന്നിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുമെങ്കിലും ആ പൊതുശത്രു എന്ന് പറയുന്നത് ഈ പറഞ്ഞ പാരിസ്ഥിതികമായ ഒരു പ്രശ്നത്തിനകത്ത് മനുഷ്യരൊന്നിക്കും എന്ന് പറയുന്നതാണ് നമ്മൾ ഓസോൺ ഹോളിനകത്ത്. പറഞ്ഞാൽ അന്നത്തെ വ്യവസായത്തിന് ഭയങ്കര നഷ്ടം ഉണ്ടാക്കുന്ന ഒരു തീരുമാനമായിരുന്നു. ആ തീരുമാനം പക്ഷേ മുൻകൈ കൊണ്ടുപോയി രാജ്യങ്ങൾക്ക് തീരുമാനിക്കാനും നമുക്ക് കൃത്യമായിട്ട് ഓസോൺ ഹോൾ കംപ്ലീറ്റ് നേരെ ആയോ ഇല്ലയോ എന്നുള്ള കാര്യം വ്യക്തമല്ല. കാരണം അതിന് പലതരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ എപ്പോഴും കാണുന്നത്. എങ്കിലും ആ CFC പ്രൊഡ്യൂസ് ചെയ്യുന്ന ഞാൻ കാർബൺ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നിർത്തി പകരം ആൾട്ടറായ സാധനങ്ങൾ കണ്ടെത്താനൊക്കെ കഴിഞ്ഞു എന്ന് പറയുന്നതൊന്നും ചെറിയ കാര്യമല്ല. കാരണം അത്രത്തോളം നഷ്ടമുണ്ടാക്കുന്ന വ്യാവസായികമായി നഷ്ടം ഉണ്ടാക്കുന്നതായിട്ട് പോലും അത് മറികടന്ന് നമ്മൾ എത്തിച്ചേർന്നു എന്നുള്ളതൊരു ചെറിയ കാര്യമായി ഞാൻ കാണുന്നേ ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ലോകവ്യാപകമായി നമ്മുടെ മുന്നിൽ ഇന്ന് മനുഷ്യകുലത്തിന് വന്നിട്ടുണ്ട്. മനുഷ്യകുലത്തിനെ സംബന്ധിച്ചോളം അവരുടെ തന്നെ ജീവിതത്തിൻ്റെ വികാസങ്ങളെ, ആ വികാസങ്ങളുടെ പരിണതഫലമായ ഒരു സൈഡ് ഇഫക്റ്റ് എന്നുള്ള നിലവാരത്തിൽ എല്ലാ രാജ്യങ്ങളും നേരിടാൻ പോകുന്ന ഒരു പാരിസ്ഥിതിക പ്രശ്നം ഉയർന്നു വരുന്നത് എന്തായാലും ഇപ്പം പ്രകടമായി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മഴ പെയ്യുന്നതായാലും ശരി, വരൾച്ച ഉണ്ടാകുന്നതായാലും ശരി, കാറ്റിൻ്റെ ശക്തി കൂടിയതായിട്ടും അതുപോലെ തന്നെ ഇറാറ്റിക് എന്ന് നമ്മൾ പറയാവുന്ന കാലാവസ്ഥകൾ എല്ലാം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വരുന്ന ഒരു 15-20 വർഷത്തിനകത്ത് മനുഷ്യവാസ യോഗ്യമല്ലാത്ത ഒത്തിരി ഏരിയകൾ ഭൂമിയിലുണ്ടാകും. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ അങ്ങനെ അല്ലാതായി മാറുന്നതെന്നും മാസീവായ മൈഗ്രേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ നമുക്ക് നമ്മൾ അല്പം കാണുകയും ചിന്തിക്കുകയും വായിക്കുകയും ചെയ്യുന്ന ആർക്കും കാണാവുന്ന കാര്യമാണ്. പാരിസ്ഥിതികമായ മാറ്റങ്ങൾ ഇന്ന് നമ്മൾ കാണുന്ന യുദ്ധങ്ങൾക്ക് കാരണമാണെന്നും കൂടെ എനിക്കിന്ന് അറിയുന്ന ആൾ. അല്ലാതെ ഈ ആളുകൾ രാഷ്ട്രീയവും സാമൂഹികവുമായ കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഉക്രൈനും ഒക്കെ ആയിട്ടുള്ള യുദ്ധങ്ങളൊക്കെ നമ്മൾ ഒരൊറ്റ യുക്തിക്കകത്താണ് നമ്മളത് കാണുന്നത് കൊണ്ടാണ്. ഒറ്റ യുക്തിയാണ് നമുക്ക് എപ്പോഴും ഉള്ളത്. സാമ്രാജ്യത്വം എന്നൊക്കെയാണ് പറയുന്നത്, അവരുടെ മറ്റുള്ളവരെ തകർക്കാനായിട്ട് വേണ്ടി ചെയ്യുന്നു എന്ന് പറയുന്ന കാര്യങ്ങളല്ലാതെ വളരെ സൂക്ഷ്മമായ വലിയൊരു മൈഗ്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അത് പല നിലവാരത്തിൽ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും വെറുതെ വള്ളം പിടിച്ചും ബോട്ടിനകത്ത് കയറിയും നമ്മളിപ്പോൾ വിയറ്റ്നാമിൽ നിന്നൊക്കെ ബോട്ട് പീപ്പിൾ ഉണ്ടായ സമയത്തൊക്കെ നമ്മളതിങ്ങനെ അവിടുത്തെ ജീവിതത്തിൻ്റെ മാത്രം പ്രശ്നം, ആ രാജ്യത്തിൻ്റെ മാത്രം പ്രശ്നമായിട്ട് മാത്രമായിരുന്നു കാണുന്നത്. അതേ സമയത്ത് നമുക്കിങ്ങനെ കാണാൻ പറ്റും എല്ലാ സ്ഥലത്തു നിന്നും എല്ലായിടത്തേക്കും ധനമുള്ളവർ കുറച്ചുകൂടെ ധനമുള്ള സ്ഥലങ്ങളിലേക്കും, അതില്ലാത്തവർ
എവിടെയെങ്കിലും പോവുക എന്ന അർത്ഥത്തിലും മൈഗ്രേഷൻസ് സംഭവിക്കുന്നുണ്ട്. അത് ബോട്ടിനകത്ത് കയറി പോകുന്നതിന് പകരം ഇന്ന് നമ്മൾ കണ്ടെയ്നർ ലോറിയിലാണ് കയറി പോകുന്നതെന്നും കൂടെ നമ്മൾ കാണുന്നുണ്ട്. അത്തരം നിസ്സഹായരായ മനുഷ്യർ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഈ മൈഗ്രേഷൻ വലിയ ശക്തമായി മാറും. കാലാവസ്ഥയെപ്പറ്റി പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയൊക്കെ ശരിക്കും അതിൻ്റെ ബെൽറ്റിൽ വരുന്നതാണ്. ഏറ്റവും കൂടുതൽ ചൂടുണ്ടാകാൻ പോകുന്ന രാജ്യമായിട്ട് ഇന്ത്യ, അത് പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യ എന്ന് പറയുന്ന ബെൽറ്റ്, ആ ഭൂമധ്യരേഖയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അതിനെ വട്ടം ചുറ്റി നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങനെ കാണാൻ പറ്റും. അത്രയും സ്ഥലങ്ങൾ ഡെസർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് നമ്മുടെ കൃഷി സമ്പ്രദായത്തിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടായിരിക്കുന്ന എന്നാൽ ഈ പറയുന്ന മാറ്റങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകുന്നതിനെ ആക്കം കൂട്ടുക എന്ന പ്രവൃത്തിയാണ് നമ്മൾ മനുഷ്യർ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടുണ്ടാകുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ ഉണ്ടാകാൻ പോകുന്ന ഒരു ലോകത്താണെന്നും ചൂടുണ്ടാകുന്ന സമയത്ത് വളരെയധികം വാട്ടർ വേപ്പർ, നീരാവി ഉണ്ടാകുകയും അത് വലിയ കൊടുങ്കാറ്റുകൾക്ക് കാരണമായി മാറുകയും ആ കൊടുങ്കാറ്റുകളായി മാറുന്ന സ്ഥലങ്ങളിനകത്ത് വലിയ തിരകളടിച്ച് നമ്മൾ നേരത്തെ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ വെള്ളം കയറി ഉള്ളിലേക്ക് വരുമെന്നും, അതേപോലെ തന്നെ ചൂട് കൂടുന്ന അനുസരിച്ചിട്ട് നീരാവി ഉണ്ടാകുന്നത് പോലെ തന്നെയാണ് വെള്ളം മണ്ണിൻ്റെ മുകളിലിരിക്കുന്ന ഐസുകൾ. ഇപ്പം ആർട്ടിക്കിലെ ഉള്ള ഐസല്ല, അത് വെള്ളത്തിൽ തന്നെയാണ്, അത് ഉരുകിയാൽ വെള്ളം പൊങ്ങത്തില്ല. പക്ഷേ ഐസ്ലൻഡിൽ, ഗ്രീൻലൻഡിൽ, അന്റാർട്ടിക്കൽ, ഈ 3 വലിയ കോണ്ടിനെൻ്റ്, ശരിക്കും പറഞ്ഞാൽ ഈ 2 വലിയ ഐലൻഡാണ്, മറ്റേതൊരു കോണ്ടിനെൻ്റാണ്. ഈ 3 സ്ഥലത്തും ഇരിക്കുന്ന ഐസ് വെള്ളത്തിന് കരയ്ക്ക് കയറിയിരിക്കുന്ന വെള്ളമാണ്. അത് ഉരുകി ഇറങ്ങുന്ന സമയത്ത് വെള്ളം കൂടുതലും അത് ഭൂമിയിൽ 1 ഇഞ്ച് വെള്ളം കൂടിയാൽ 10 അടി പൊക്കമുള്ള തിര 20 അടി പൊക്കമുള്ള തിരയായി മാറും എന്നും, ഒപ്പമാണ് നീരാവി കൂടുമ്പോൾ കാറ്റിൻ്റെ ശക്തി കൂടുക തന്നെ ചെയ്യും. അപ്പോൾ അത് 50 കിലോമീറ്റർ എന്നുള്ളത് 60 കിലോമീറ്റർ, 70 കിലോമീറ്റർ, 100 കിലോമീറ്റർ, 200 കിലോമീറ്ററിലേക്ക് അങ്ങനെ കാറ്റ് കൂടും. വെള്ളം അതിൻ്റെ കൂടെ വരുന്നതിന് കൂടുതൽ അതിന് ലഭിക്കും. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന നിലവാരത്തിലല്ലാത്ത ഉൾപ്രദേശങ്ങളിലേക്ക് കടൽ കയറി വരും. അപ്പോൾ കടൽ വെള്ളം പൊങ്ങി കടൽ മുങ്ങുക എന്നുള്ള അർത്ഥം ഒരു ചെറിയ രീതിയിൽ നടക്കുമ്പോൾ കാറ്റടിക്കുമ്പോൾ ഉണ്ടാകുന്ന സാധനം അതല്ല, അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് കടന്നു വരും. അപ്പോൾ ഇങ്ങനെയുള്ള പാരിസ്ഥിതികമായ പ്രശ്നങ്ങളും അതുപോലെ തന്നെ വൈൽഡ് ഫയർ ഉണ്ടാകുന്നത്, ഇതൊക്കെ നമ്മൾ ഈ ചൂട് വർദ്ധിക്കുന്ന സമയത്ത് തീയൊക്കെ ഉണ്ടായാൽ അത് പടരുക എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ട് വരും. അപ്പോൾ ഇത്തരത്തിലുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് നമ്മൾ പറയുന്നതിന് ആക്കം കൂട്ടുന്ന പ്രവൃത്തിയാണ് നമ്മൾ മനുഷ്യൻ്റെ കോൺട്രിബ്യൂഷനായിട്ട് കാണുന്നത്. അപ്പോൾ ഇത് ഒരു പൊതുവായ പ്രശ്നമായി മാറും എന്ന് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് യുദ്ധം ഉണ്ടാക്കുന്നത് പോലെ തന്നെ യുദ്ധത്തിനെതിരായിട്ട് നിന്ന് പറയാനും ആളുകളെ ഐക്യപ്പെടുത്താനും ഇതേ കാലാവസ്ഥ വ്യതിയാനം സഹായിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് എൻ്റെ ഒരു വശത്ത്. അപ്പോൾ ഈ നിലവാരത്തിലുള്ള എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉക്രൈനിൽ യുദ്ധം നടക്കുന്നുണ്ട്, ഗാസയിൽ യുദ്ധം നടക്കുന്നുണ്ട്, സിറിയ യുദ്ധം നടക്കുന്നുണ്ട്, തൊട്ട് മുമ്പ് അഫ്ഗാനിസ്ഥാനിലും ഒക്കെ യുദ്ധം നടക്കുന്ന, യമനിൽ ഒക്കെ നടക്കുന്ന ഈ യുദ്ധങ്ങൾ പരന്ന് ഭൂമി മുഴുവനും എത്തിയാതെ നോക്കുക എന്ന് പറയുന്നത് ഒരു വശവും, മറുവശത്ത് ജീവിത നിലവാരം ഉയരുക എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടെത്തുന്ന എല്ലാ സാധനവും നമ്മുടെ ജീവിത നിലവാരം ഉയർത്തും. ഓരോ ദിവസവും പുതിയ കണ്ടുപിടുത്തങ്ങളാണ്. അപ്പോൾ പരിഹാരങ്ങൾ പോലെ തന്നെ പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നതാണ് എല്ലാ കണ്ടുപിടുത്തങ്ങളും. അപ്പോൾ അത് കാരണം കൊണ്ട് അത് അക്യുമുലേറ്റ് ചെയ്തുണ്ടാക്കാവുന്ന പുതിയ പ്രശ്നങ്ങളെ നേരിടേണ്ട ആവശ്യത്തിൻ്റെ മുന്നിൽ ഈ മനുഷ്യർ തമ്മിലുള്ള ഐക്യപ്പെടൽ ഒരു വലിയ നീഡാണ്. ആ നീഡ് അഡ്രസ്സ് ചെയ്യുക എന്ന് പറയുന്നത് എവിടെയാണോ ഈ യുദ്ധത്തിന് വേണ്ടി കോപ്പ് കൂട്ടുന്നിടത്ത് തന്നെ ഇരുന്ന് പറയേണ്ടിയുണ്ട് എന്ന് കാണുന്ന ഒരു സ്ഥലമുണ്ട്. വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിനകത്ത് കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന കാലമാണ്. അപ്പോൾ അവസാനം യുദ്ധത്തിനെതിരായും അതുപോലെ തന്നെ ആളുകളുടെ ഇത്തരത്തിലുള്ളൊരു സ്പീഷീസിൻ്റെ ഐക്യത്തിനെ പറ്റിയൊക്കെ സംസാരിക്കാനൊക്കെ എങ്ങനെയാണോ തിരുവനന്തപുരം, ഡൽഹി പോലെ ലോകത്ത് ഇനി ഇരുന്ന് പറയേണ്ട ഒരിടം അമേരിക്കയാണെന്നൊക്കെ തിരിച്ചറിയുന്ന കാരണം കൊണ്ടാണ് ഞാൻ. അപ്പോൾ അത് എന്തെങ്കിലും ഞാൻ പറഞ്ഞോ ചെയ്തോ എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള വിചാരം കൊണ്ടൊന്നുമല്ല.
പക്ഷെ അതാണ് ആകെ അർത്ഥം നൽകുന്ന, എൻ്റെ ജീവിതത്തിനകത്ത് അർത്ഥം നൽകുന്ന ഒരു പ്രവൃത്തി എന്നുള്ള നിലവാരത്തിലാണ് ഞാൻ ഈ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ പോകുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക, ഇപ്പോൾ ഒരു പോയാൽ നമുക്ക് കണ്ടു മിണ്ടാൻ പറ്റുന്ന ഒരാളെ പറ്റി ആലോചിച്ച കാനഡയിലുള്ള ട്രൂഡോയാണ്. യൗവനം കൊണ്ടും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പാരിസ്ഥിതികമായ കാര്യങ്ങളെപ്പറ്റി അല്പമെങ്കിലും ആലോചിക്കുന്നതായിട്ടുള്ള ഒരാൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ മേഖലയിലുള്ള ആളുകളെ കാണാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നുണ്ടാവും. ഒപ്പം തന്നെയാണ് ഈ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന, ചിന്തിക്കുന്ന മനുഷ്യരെ കാണുക എന്ന് പറയുന്നതായിരിക്കും ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ ആഗ്രഹങ്ങളാണ് കേട്ടോ, ഒന്നും സംഭവിക്കണമെന്നില്ല. വെറുതെ അവിടെ പോയി വണ്ടി ഇടിച്ച് എത്തുവാൻ പറ്റും, അതൊക്കെ എനിക്കറിയാം. പക്ഷേ അത് പറയുമ്പോഴും ഇതൊക്കെയാണ് ഈ പോകുന്നതിൻ്റെ പ്രധാന കാരണത്തിലൊന്ന്. അതാണ് എന്നെ ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സ്. മറ്റൊന്നുള്ളത് ഇന്ത്യൻ സാഹചര്യമാണ്. ആ ഇന്ത്യൻ സാഹചര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇന്ന് നടക്കുന്ന ഈ വർഗീയ ധ്രുവീകരണത്തിന് ഉള്ള എല്ലാ റിസോഴ്സസും ഒഴുകി വരുന്നത് ഇന്ത്യയിൽ നിന്ന് പോയ യൂറോപ്പിലും അമേരിക്കയിലുമായിട്ട് താമസിക്കുന്ന ഇന്ത്യക്കാരുടെ ധനം തന്നെയാണെന്ന് എനിക്കറിയാം. അവിടെയാണ് ഈ ഇന്ത്യയിലെ ഇന്ന് നമ്മൾ കാണുന്ന ഈ കേന്ദ്രഭരണം ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ആശയരൂപീകരണം നടന്നതും അതിന് ധനം സമാഹരിച്ചത് കൊണ്ടുപോകുന്ന മുഴുവനും ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ ഇന്ത്യക്കാരായിരിക്കുന്ന, വടക്കേ ഇന്ത്യക്കാരായിരിക്കുന്ന ആൾക്കാർ തന്നെയാണത് ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് ഇന്ത്യയുടെ കേന്ദ്രത്തിനകത്ത് നടക്കുന്ന ഈ ഒരു വലതുപക്ഷ നിലപാടും ധ്രുവീകരണവും പരസ്പര സംഘർഷവും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം തന്നെ ശിഥിലമായി പോകുന്ന ഇതിന് എന്തെങ്കിലും നിലവാരത്തിലൊരു തടയിടണമെന്ന് ആലോചിച്ചാൽ അത് അമേരിക്കയിലായിരിക്കും അതിൻ്റെ പ്രവൃത്തി നടക്കുന്നതെന്ന് കാണുന്നൊരു സ്ഥലം. അമേരിക്കയിലിരിക്കുന്ന ഇന്ത്യക്കാരാണ് മോദിയെ ഉൽപ്പാദിപ്പിച്ചതെന്ന് കാണുന്ന ആളാണ് ഞാൻ. അത് അമേരിക്കയിൽ മാത്രമല്ല, യൂറോപ്പിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഇരിക്കുന്ന ഇന്ത്യക്കാർ തന്നെയാണ് ഈ സോഴ്സ്. അവിടുത്തെ പണം തന്നെയാണ്, ഇവിടുന്ന് കൊണ്ടുപോയ പണം തന്നെയാണ് അവിടെയുള്ളത്, അവിടുത്തെ പണം തന്നെയാണ് ഇവിടെയും വരുന്നതെന്ന് എനിക്കറിയുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയി അത് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എന്ന് കാണുന്ന ഒരു സ്ഥലമുണ്ട്. ആ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇന്ത്യയിലിരുന്നിട്ട് ഞാൻ ഇപ്പോൾ നടക്കുന്ന ഈ വലതുപക്ഷ നിലപാട് ഈ രാജ്യത്തിൻ്റെ അകത്ത് ജനാധിപത്യ സംസ്കാരം തന്നെ തകർത്ത് കളയുന്ന, ഞാൻ വോട്ട് മാത്രമേ ജനാധിപത്യ സംസ്കാരമായിട്ടുണ്ടായിരുന്നു, അതുപോലും നടക്കാതെ പോകുന്നൊരു സ്ഥലത്തേക്ക് പോകും എന്ന് പറയുന്നതിന് ഒരു തടയിടാനായിട്ട് ഇനിയുള്ള കാലത്ത് എനിക്ക് ആ രാജ്യത്തിരുന്ന് പറയുമോ അല്ലെങ്കിൽ യാത്ര ചെയ്ത് അന്യരാജ്യങ്ങളിൽ പോയി സംസാരിക്കുകയോ അതിനുള്ള ആളുകളെയൊക്കെ കാണുകയൊക്കെ ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഒരു സാധ്യത മാത്രമാണ് ഞാൻ കാണുന്നത്. ഇതൊക്കെ എനിക്ക് ഈ കൊച്ചു രാജ്യത്ത് ഈ കേരളത്തിലിരുന്ന് ഞാനിനി ആലോചിച്ചിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് അതൊക്കെ ചെയ്യാൻ കഴിയാനുള്ള ബാല്യമില്ലെന്നറിയുന്ന ആളുകൾ. പക്ഷേ അതേ സമയത്ത് ശ്രമിക്കാൻ വേറെ അർത്ഥം ഉള്ള ഒരു പ്രവൃത്തി എന്നുള്ള നിലവാരത്തിൽ അത് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു യാത്ര ചെയ്യുക എന്നുള്ളതാണ്, അല്ലാതെ അമേരിക്കയിൽ ജീവിക്കുക എന്നുള്ള അർത്ഥമൊന്നും എനിക്കില്ല. എനിക്കൊരു കൊതിയുമില്ല. അമേരിക്ക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കൊതിയുമില്ലാത്ത രാജ്യമാണ്. പക്ഷേ ഈ ഒരു കാരണം കൊണ്ട് ലോകവ്യാപകമായി മറ്റ് രാജ്യങ്ങളിലൊക്കെ പോയി ഇത്തരത്തിലുള്ള ആശയരൂപീകരണത്തിനൊക്കെ അവിടെയല്ല, ലോകവ്യാപകമായാണ് വലതുപക്ഷം നീങ്ങുന്നത്. അത് കാരണം കൊണ്ട് എവിടെയെങ്കിലും അത് പറയുകയും സംസാരിക്കുകയും ചെയ്യേണ്ടതുണ്ടെന്ന് ഞാൻ കാണുന്നുണ്ട്. കാരണം കഴിഞ്ഞ ലോകമഹായുദ്ധം കഴിഞ്ഞ് യുദ്ധത്തിൻ്റെ എന്താ പറയണ്ടേ വേദനകൾ അനുഭവിക്കാത്ത പുതുതലമുറ പഴയ സ്പീഷീസായിട്ട് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കണമെന്ന് ആഗ്രഹിക്കുന്നിടത്ത് എത്തുകയും ഈ കാലാവസ്ഥ വ്യതിയാനം കാരണം സംഘർഷഭരിതമായി തീരുന്ന സമൂഹങ്ങളായി അതെല്ലാം മാറുന്നുണ്ടെന്നൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അല്ലാതെ ഒരു ഇന്ത്യൻ പ്രതിഭാസം മാത്രമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. അപ്പം അതുകൊണ്ട് ഒരു രാജ്യത്തിനകത്ത് നിന്ന് പ്രവർത്തിക്കുന്നതിനേക്കാളും അല്ലാതെ ഇതൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ഈ പറയുമ്പോൾ ഞാൻ എങ്ങനെ അവിടെ പോയി എന്തോ മലയാളികൾ പറയുന്നത് എന്തെങ്കിലും പുളുത്തിക്കളയും എന്നുള്ള വിചാരത്തിലൊന്നുമല്ല ഈ പറയുന്നത്. പക്ഷേ വർത്തുവയൽ എന്നുള്ള നിലവാരത്തിൽ എന്തെങ്കിലും ചെയ്യുന്നതിനകത്ത് ഒരു അർത്ഥം തോന്നണമെന്നുണ്ടെങ്കിൽ ഇനി അതൊക്കെ ചെയ്യുക ആണ് ഒന്ന്. ഒപ്പം ഞാൻ ഇവിടെ ഇരുന്ന് ഞാൻ ഈ വിഷയങ്ങൾ ഇനി ഇതിൽ കൂടുതൽ ഇപ്പം ഞാൻ പറയുന്നതിൽ കവിഞ്ഞ് രാഷ്ട്രീയ നിലപാടുകൾ പറഞ്ഞാൽ ചുമ്മാതെ സ്റ്റാൻ സ്വാമി കിടന്ന് ചത്തുപോകുന്ന പോലെ ഞാൻ അടുത്ത ഒരു 10 വർഷം ജയിലിൽ കിടന്ന് ചത്തുപോവുകയും ചെയ്യും. അപ്പോൾ അത് കുറച്ചുകൂടെ ശക്തമായിട്ട് ഈ വിഷയങ്ങൾ പറയണമെങ്കിൽ തന്നെയും ഒരു കളം മാറ്റി ചവിട്ടി നിന്ന് പറയേണ്ടി വരും എന്ന് കാണുന്നതും പ്രവർത്തന മേഖല എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മാത്രമായിട്ടുള്ള ഒരു രാജ്യത്തിനകത്തെ യുക്തിക്കകത്ത് ഞാനിന്ന് ജീവിക്കുന്നുമില്ല. അത് പണ്ടും കുറവാണ്. എങ്കിലും
നമ്മൾ രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുന്ന സമയത്ത് കേരളവും ഇന്ത്യയും തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ അല്ലാതെ ഒന്ന് കാണണം, ചെയ്യണം എന്നുള്ള ഒരൊറ്റ അതാണ് എന്നെ ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സ്. ഈ രണ്ട് വശവുമുണ്ട്. വെറുതെ ജയിലിൽ കിടന്ന് മരിച്ചു പോകുന്നതിനേക്കാളും നല്ലത് പ്രവർത്തിച്ച് മരിച്ചു പോവുക എന്ന് പറയുന്ന ഒരു മേഖലയാണ്. ഒപ്പമാണ് ഈ രണ്ടെണ്ണത്തിനെ അണ്ടർലൈന് കുറച്ചുകൂടെ ഇതായിട്ട് ഒരു വ്യക്തിപരമായി പരിശോധിച്ച് നോക്കിയാൽ ശാസ്ത്രജ്ഞന്മാരുമായിട്ടൊക്കെ സംസാരിക്കാനൊക്കെ ഉള്ളൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ എന്നുള്ളതും ഞാൻ എൻ്റെ ശരീരമൊക്കെ ഈ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതൊക്കെ ഞാൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലും അവിടെയൊക്കെ ബ്രെയിൻ സ്റ്റഡീസ് ഇങ്ങനെയൊക്കെയുള്ള സാധനത്തിനകത്തൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് വരുന്ന കാലം ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് നോക്കുന്നുണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഞാൻ അതിനകത്ത് ആകെ കാണുന്നത് പറഞ്ഞാൽ എല്ലാ സ്റ്റഡികളും 6 മാസത്തിൽ കൂടുതൽ നീണ്ടുപോകുന്ന സ്റ്റഡികളാകുമ്പോൾ അമേരിക്കയിൽ ഞാൻ മൈഗ്രേറ്റ് ചെയ്ത് പോകുമല്ലോ, ഞാൻ ടൂറിസ്റ്റായിട്ടാണ് പോകുന്നത്. 10 വർഷത്തെ വിസയുണ്ട്, പക്ഷേ 6 മാസം കഴിയുമ്പോൾ വിട്ടു പോകണം, മറ്റ് രാജ്യങ്ങളിലേക്ക് പോകണം. പക്ഷേ അതൊക്കെ ഞാൻ ഈ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ തന്നെ വീണ്ടും തിരിച്ചവിടേക്ക് പോകാൻ പറ്റും. അപ്പോൾ ആ സ്റ്റഡികളിനകത്തൊക്കെ പങ്കാളികളാകണമെന്നുണ്ടെങ്കിൽ എത്രത്തോളമൊക്കെ കഴിയും എന്നുള്ള കാര്യം ഇനി അവിടെ പോയി പരിശോധിക്കേണ്ടതാണ്. ഞാനൊരു കൊള്ളാവുന്ന പരീക്ഷണ വസ്തുവാണെന്നൊക്കെ അവിടുത്തെ ശാസ്ത്രജ്ഞന്മാരൊക്കെ കണ്ടുപിടിച്ചാൽ ചിലപ്പോൾ അവരുടെ റെക്കമെൻഡേഷനകത്ത് എനിക്കവിടെ താമസിക്കാൻ പറ്റിയെന്നും വരാം. അതൊക്കെ പിന്നെ ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്ന ഏരിയകളാണ് വ്യക്തിപരമായി ജീവിതത്തിനകത്ത്. പ്രധാനമായ മറ്റ് 2 സ്ട്രെയിനും വ്യക്തി ജീവിതത്തിനകത്തുള്ള ഈ സ്ട്രെയിനും ആണ് എന്നെ ഇത്തരത്തിലുള്ളൊരു യാത്രയ്ക്ക് പ്രേരിപ്പിക്കുന്നത്. വളരെ ഓപ്പണായിട്ട് ജീവിതം കാണുന്ന ഒരു സ്ഥലവും ഏതെങ്കിലും ഒരു പ്രദേശത്ത് ജീവിക്കാതെ എൻ്റെ ബാഗുകളിൽ മാത്രം ജീവിക്കാൻ തുടങ്ങിയ ജീവിതം തന്നെ 18 വർഷമായി. അപ്പോൾ അത് കാരണം കൊണ്ട് ഇനി ബാക്കിയുള്ള സമയത്ത് ഒരു രാജ്യമോ ഒരു പ്രദേശമോ ഇല്ലാതെ ജീവിക്കാനും കൂടെ ഉള്ളൊരു ശ്രമം അത് ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ തിരിച്ചു വരിക എന്ന് പറയുന്നത് എൻ്റെ അജണ്ടയിലില്ല. പക്ഷേ തിരിച്ച് മറ്റേത് രാജ്യത്ത് വരുന്നത് പോലെ തന്നെ ഇന്ത്യയിലും വരുന്നുണ്ടാകാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ആളുകളോട് എനിക്കിവിടെ വരുന്ന പറയാവുന്നതിൻ്റെ മലയാളികളോട് പറയാവുന്നതൊക്കെ ഒരുവിധമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനു വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതൊക്കെ ആളുകൾ കേൾക്കുകയോ കാണുകയോ ചെയ്താൽ എന്നെക്കൊണ്ടുള്ള പ്രയോജനം എന്തായാലും മലയാളിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളും കൂടെ. മലയാളി ആയിരിക്കുന്ന ആൾക്കാരോട് പറയുന്നതിനകത്ത് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയക്കകത്ത് ഇനി വലിയ കോൺട്രിബ്യൂഷൻസ് ഒന്നും എനിക്ക് ആ ലെവലിൽ ചെയ്യാനില്ലെന്നറിയാം. പക്ഷെ അതേ സമയത്ത് എൻ്റെ മുന്നിലുള്ള ഈ മറ്റ് 2 പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനായിട്ട് കേരളത്തിലിരുന്ന് സംസാരിച്ചിട്ട് കാര്യമില്ലെന്നറിയുന്നതുകൊണ്ടാണ് യാത്ര ആരംഭിക്കുന്നത്. യാത്രയ്ക്കകത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ ബാക്കിയുള്ളവരുടെ കൂടെ ഞാനും നിങ്ങളെ അറിയിക്കുന്നുണ്ടാവും. അത്രേ ഉള്ളൂ.